ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ്, ഞാനിന്ന് കളിക്കാൻ പോകുന്നത് ബസ് സിമുലേറ്റർ അൾട്ടിമേറ്റ് ആണ്. ഗൈസ്, ചിലരൊക്കെ ഇത് കേട്ടിട്ടുണ്ടാവും. ഗൈസ്, ഇത് ലോഡാണല്ലോ. അപ്പോൾ ഗൈസ്, ലോഡായി. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ ആദ്യത്തെ ബസ്. എനിക്ക് രണ്ട് ബസ് കൂടി ഉണ്ട്, ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗൈസ്, ഇതെൻ്റെ ഒരു ബസ്. അപ്പോൾ ഗൈസ്, ഞാൻ ഗ്യാരേജിൽ പോവാണെങ്കിൽ കേട്ടോ, ടോട്ടൽ 3 ബസ്സസ് ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. എൻ്റെ ബസ്സുകൾ ഈ 3 ബസ്സുകളാണ് ഇതെൻ്റെ ആദ്യത്തെ ബസ്, ഇതെൻ്റെ രണ്ടാമത്തെ ബസ്, പിന്നത്തെ ബസ്, ഇതാണ് എൻ്റെ ലാസ്റ്റ് ബസ്. ഞാൻ ഇപ്പോഴത്തെ മേടിച്ചു പോകുന്നത്. ഇതോടെ കഴിച്ചത്. അപ്പോൾ ഗൈസ്, എൻ്റെ കുറച്ച് ഡ്രൈവേഴ്സ് ഉണ്ട്. എൻ്റെ 3 ഡ്രൈവേഴ്സ് ഉണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് ഒന്ന് കളിച്ചു നോക്കാം. അപ്പോൾ ഗൈസ്, ഞാൻ ആദ്യം 2 ഡ്രൈവേഴ്സിനെ വിടാണ്. അപ്പോൾ ഗൈസ്, ഇത് കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇത് സ്റ്റാർട്ടായി. അപ്പോൾ ഗൈസ്, അയാളുടെ ജേണിക്ക് പോയി. അപ്പോൾ ഗൈസ്, ഞാൻ ഒരു ഡ്രൈവറിനെ കൂടി ആക്കാണ്. ഗൈസ്, ഞാൻ ഒരാളെ കൂടി ചൂസ് ചെയ്തു. അപ്പോൾ ഗൈസ്, ഇതിന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഗൈസ്, ഇതുമായി ഞാൻ 2 പേരെ വിട്ടു. അപ്പോൾ ഗൈസ്, ഇനി ഞാൻ പോവാണ്. ഗൈസ്, ഇതിനും നേരെ എടുക്കും. അപ്പോൾ ഗൈസ്, എൻ്റെ ആയി. അപ്പോൾ ഗൈസ്, നമ്മൾ റൂട്ട് ചെയ്യാണ്. ഗൈസ്, ഇത് ലോഡിങ് ആവശ്യമുണ്ട്. അപ്പോൾ ഗൈസ്, ഇതുമായിരിക്കാണ്. സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ സൈഡിൽ നമുക്ക് റൂട്ട് കാണാം. ഗിയർ മാറ്റാം.
നമ്മളിത് കറക്റ്റായിട്ട് നിർത്തണം. Dear passengers, it is the departure time for the vehicle. Please take your seats. പഠിച്ചു കൊടുക്കാണ്. അതായത് എല്ലാവരും കയറും, നമ്മൾ വീണ്ടും വണ്ടി എടുക്കും. Let's get started. Drive safe. നമ്മൾ വണ്ടി നേരെ ഗിയർ മാറ്റിയിട്ട് നമ്മൾ നേരെ പോയി. നമ്മൾ നേരെ വണ്ടി ഇടുകയാണ് നമ്മുടെ ലൊക്കേഷനിലേക്ക്. നമുക്ക് ഇവിടെ ആൾക്കാരുടെ ഇതൊക്കെ നോക്കാം. ആൾക്കാരുടെ ഹാപ്പിനെസ് ആണ് കൂടുതൽ നമുക്ക് ആവശ്യം. ഗിയർ മാറ്റാം. അത് മാത്രമല്ല വണ്ടി ഇടിക്കാൻ പാടില്ല. ശ്രദ്ധിച്ചിട്ട് വേണം ഓടിക്കാൻ. നമ്മൾ അവർ പോയിക്കോട്ടെ. ഇത് ഓൺലൈനിൽ കളിക്കാൻ പറ്റുമോ? ഞാനിപ്പോൾ ഓൺലൈനല്ല. കുറച്ച് കൊലവിളിയൊക്കെ ഉണ്ടാവും. ശ്രദ്ധിച്ച് വേണം വണ്ടി എടുക്കാൻ. നമുക്ക് വണ്ടിയുടെ സ്പീഡ് കൂട്ടാൻ പറ്റും. ഒരു 90 പോവാ. പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡെസ്റ്റിനേഷൻ 363 കിലോമീറ്റർ കൂടി ഉണ്ട്. അങ്ങനെ കുറഞ്ഞു വരും നമ്മൾ പോകുന്തോറും. കണ്ട ഗൈസ് കുറയുന്നത്. നമുക്ക് പഴക്കമാണെങ്കിൽ ഇടിയാൻ പാടില്ല. വണ്ടിടിച്ചു ഗൈസ്. കണ്ട ഹാപ്പിനെസ് കുറഞ്ഞു ഗൈസ്. ക്യാമറ ചേഞ്ച് ചെയ്യാൻ പറ്റും. എനിക്ക് ഇങ്ങനെ പോകാനാണ് സുഖം. ഇവർക്ക് വിശക്കും. അപ്പോൾ നമ്മളിപ്പോൾ ഇത് സ്നാക്സ് കൊടുക്കണം. പക്ഷെ ഞങ്ങളൊരു സ്നാക്സ് പോലും എടുത്തിട്ടില്ല. ഞാൻ മറന്നുപോയി.
എന്തായാലും ഇപ്പം ഇങ്ങനെ പോവാം, വേറെ വഴിയൊന്നുമില്ല ഗൈസ്. ഗൈസ് ഇങ്ങനെ ഓരോ ആൾക്കാർ പറയും ഇതൊക്കെ ഓണാക്കണം, അത് ഓണാക്കണം, അപ്പോൾ ഹാപ്പിനെസ് കൂടും. പക്ഷെ ഇവരിങ്ങനെ ഒരു സാഡായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്തിട്ടൊരു കാര്യമില്ല. ഒരു ഹാപ്പിയിൽ ഇത് പറയുകയാണെങ്കിൽ പിന്നെയും ചെയ്തിട്ട് കാര്യമുണ്ട്. നമ്മൾ മെയിൻ റോഡ് എത്താറായി. അത് മാത്രമല്ല കിലോമീറ്റർ കുറഞ്ഞിട്ട് ഇപ്പൊ 200 ആവാറായി. നമ്മൾ പോലീസ് കാർ മേടിക്കാണ്ട് നോക്കണം. പോലീസ് കാർ എങ്ങനെ അടിച്ചാൽ നമുക്ക് നല്ല ഫൈൻ ഈടാക്കും. നോർമൽ കാർ മേടിച്ചാൽ നോ പ്രോബ്ലം ഗൈസ്, അതിന് ഫൈനൊന്നും ഈടാക്കില്ല. നമ്മളിങ്ങനെ ഓരോ വണ്ടി ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ചെടിയൊക്കെ പിടിക്കട്ടോ, അതൊക്കെ നമ്മൾ ക്ലീൻ ആക്കണം. അതിനും ഈ ഗെയിമിൽ തന്നെ സ്ഥലങ്ങളുണ്ട്. നമ്മൾ 297 കിലോമീറ്റർ കൂടെ ഉള്ളു. കണ്ട ഗൈസ് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുന്നത്. അപ്പോൾ ഗൈസിന് ടോളാണ്. അപ്പോൾ ഗൈസ് നമ്മൾ ടോളിൻ്റെ ഉള്ളിൽ കയറി. അപ്പോൾ ഗൈസ് നമ്മൾ ടോൾ അടിച്ചു. നമുക്കൊരു സ്പീഡ് പോവാം. ഇതൊരു വലിയ ഹൈവേ ആണ് ഗൈസിന്. ഇത് മാറ്റിയിട്ട് കുറച്ചൊക്കെ കൂട്ടാം. ഗൈസ് നല്ല സ്പീഡ് കിട്ടപ്പോൾ പോലീസൊക്കെ നമ്മുടെ ആ വഴിക്കൂടെ പോകുന്നുണ്ട്. പോലീസ് കണ്ടാ ഗൈസ് ഇവിടെ ഒരു വഴി, ആ വഴിക്കൂടെ പോയാലാണ് ക്ലീനിങ്ങും പെട്രോളൊക്കെ അടിക്കുന്നത്. നമ്മുടെ പെട്രോൾ കഴിയാറായിട്ടില്ല, അതുകൊണ്ട് പേടിക്കാല്ല. നമുക്ക് വണ്ടി ഇടാം. കുറെ വളവൊക്കെ ഇട്ടാ നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നില്ല. നമ്മള് ബ്രേക്ക് പിടിച്ചത് ആവശ്യം. നിങ്ങൾക്ക് കണ്ടറിയാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുന്നത് നേരെ ഉണ്ട്. നമ്മൾ ഇതുവരെയായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തില്ലേ. എന്താ കാരണം വെച്ചാൽ നമ്മൾ കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി വിടാൻ തന്നെയാ വിധിയുള്ളൂ. നമുക്ക് ഇവിടെ നിർത്താനും പറ്റില്ല, എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കൊടുക്കാൻ പറ്റില്ല. ഇങ്ങനെ വണ്ടി വിട്ടുകൊണ്ടിരിക്കാം ഗൈസ്. പോലീസ് അപ്പോൾ ഗൈസ് നമ്മുടെ കിലോമീറ്റർ നോക്കിയിട്ട് കഴിയാറായിട്ടില്ല. എന്നാലും 200 എത്താറായി ഗൈസ്. 290 എത്തിയാ പിന്നെ പറയുന്നുണ്ട് ഗൈസ് അർത്ഥം. 90 കിലോമീറ്റർ. എത്താനാണ് പാട് ഗൈസ്. അപ്പോൾ ഗൈസ് ഇത് ഞാൻ ഒരു റൂട്ടാണ് അൺലോക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ റൂട്ടുകളുണ്ട്, ഞാൻ അതൊന്നും അൺലോക്ക് ചെയ്തിട്ടില്ല ഗൈസ്. അതൊക്കെ അൺലോക്ക് ചെയ്യാൻ പറയാം ഗൈസ്, എത്ര ദൂരമുണ്ടെങ്കിൽ.
അതിനൊക്കെ ഇതിനിപ്പോ അത്ര ദൂരമൊന്നുമില്ല. ഗൈസ് ഞാൻ ഓഫ് റോഡായി. ബ്രേക്ക് കുടിക്കട്ടെ, അല്ലെങ്കിൽ എൻ്റെ വണ്ടി ഇടിക്കും. ഓക്കെ ഗൈസ് നമ്മൾ തള്ളി വിടുക. അപ്പോൾ നമുക്ക് കുറച്ച് ഹാപ്പിനെസ് കൂടും. അവർ ചത്തുപോകുന്നില്ല കേട്ടാ വെള്ളം കിട്ടാണ്ട്. പൈസ എന്തായാലും കിട്ടും, അത് ഉറപ്പാണ്. പൈസക്ക് കുറവൊന്നുമില്ലേ വെള്ളം കിട്ടിയില്ലെങ്കിൽ. വെള്ളം കിട്ടിയാൽ ഗൈസ് 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 എൻ്റെ ഗെയിമിൽ ആകെ ഇറങ്ങി. എന്താണോ പറ്റണേ? എല്ലാ വണ്ടികളും ഇങ്ങനെ സ്റ്റക്കായാണല്ലോ പോണേ ഗൈസ്. എന്തായാലും എത്താറായി. ഇനി നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റില്ല ഗൈസ്. എന്തായാലും എത്തിയിരിക്കണം. ഗൈസ് കഷ്ടപ്പെട്ടായാലും ഞാൻ എത്താറായി. ഗൈസ് 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 ഇടിച്ചു. ഇത് ലാഗാവുന്ന കാരണമാണ് ഞാൻ കിടന്ന് ഇട്ടിക്കണേ. അല്ലെങ്കിൽ ഞാൻ മര്യാദയ്ക്ക് പോകുന്ന വണ്ടിയാണ്. നമ്മൾ വണ്ടി ഇടണേ. നിങ്ങൾ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ്, ലൈക്കും ഷെയർ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ് പ്ലീസ്. ഗൈസ് കിലോമീറ്റർ എങ്ങനെയാണ് അവിടെ കൂടിപ്പോയി. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവില്ല. നമ്മൾ റൈറ്റ് ഡയറക്ഷനല്ലേ പോണേ. കിലോമീറ്റർ കൂടാണ്. ഞാൻ റോങ്ങാ അല്ലല്ല കറക്റ്റ് തന്നെയാണല്ലേ. പെട്ടെന്ന് ഇത് കുറഞ്ഞില്ലേ. ഗെയിമിൻ്റെ കുറച്ച് ഗ്ലിച്ചാണോളെ കുറേയാണ് കൂടുന്നത്. നമ്മളെത്താറായി. കണ്ടറിയാം ഒരു 90 എത്താറായിട്ടുണ്ട്. 90 കിലോമീറ്റർ ആയിട്ട് അർത്ഥം സ്ഥലം എത്താറായിന്നാണ്. ഒലക്കെ ട്രക്ക് മര്യാദയ്ക്ക് നീങ്ങൂല. അയ്യോ എൻ്റെ ഇടയ്ക്കൊരു വളവ്. നമ്മൾ സ്പീഡ് ഉപയോഗിച്ചേ പറ്റുള്ളൂ. ട്രക്കിനെ ഓവർടേക്ക് ചെയ്യണം ഗൈസ്. ഞാൻ ഈ ട്രക്കിനെ ഓവർടേക്ക് ചെയ്യണം. വേറെ വഴിയില്ല ഗൈസ്. എന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ എന്താ ക്ലിച്ചാണ് ഗൈസ്. എന്തായാലും എത്താറായി നമ്മൾ ഗൈസ്. ഒരു സർക്കിൾ അടിച്ചു കഴിഞ്ഞാൽ
നേരെ പോവാണെങ്കിൽ സ്ഥലം എത്തി ഗൈസ്. ഗൈസ് നമ്മളെ വണ്ടി എത്താറായിട്ട് പാസഞ്ചേഴ്സിനെല്ലാം ഇനി ഇറക്കി വിടും. കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് സർക്കിൾ അടിക്കണ്ടേ. സർക്കിൾ അടിക്കുന്നത് ഇത്രയുണ്ട്. എൻ്റെ മാപ്പ് പറയുന്നത് ഈ വഴിക്കൂടെയാണ് സർക്കിൾ അടിക്കുക. നമ്മളിതുകൂടെയാണ് സർക്കിൾ അടിക്കേണ്ടത്. ഇതാണ് നല്ല സൂക്ഷിക്കണ്ടേ. ഇവിടെ കുറേ അടി നടക്കും ഗൈസ്. ഇങ്ങനത്തെ ഒരു സർക്കിൾ ആയതുകൊണ്ടുണ്ട് ഗൈസ്. ഞാൻ ആലോചിക്കുന്നത് ഇങ്ങനെ വലിയൊരു വയ്ക്കും വല്ലൊരു ഇങ്ങനത്തെ ഒരു റോഡ് വയ്ക്കും ഗൈസ്. അങ്ങനെ സർക്കിൾ അടിച്ച് പോവാണത്. അതിത്രയും കുഞ്ഞിത് എന്ത് കഷ്ടപ്പാടാണെന്നറിയുന്നു. സർക്കിൾ അടിച്ച് വണ്ടി ഇടിച്ച് ചെറുതായിട്ട്. പക്ഷെ പാസഞ്ചേഴ്സിന് നോ പ്രോബ്ലം. ചെറുതായിട്ട് വണ്ടി ഇട്ടിക്കും. നമ്മൾ ലേറ്റ് ചെയ്ത് ഗൈസ്. നേരെ പോയ വഴി നമ്മുടെ സ്ഥലത്ത് ഗൈസ്. ഇതൊന്നും കാണാനില്ല. നമ്മുടെ സ്ഥലം എത്താറായി. നേരെ പോയി നമ്മുടെ സ്ഥലത്ത് കാണും. പിന്നെ ഒരു വളവ് അതാണ് നമ്മുടെ സ്ഥലത്ത്. പിന്നെ നേരെ പോയി നമ്മൾ വേറെ സിറ്റിക്ക് കിടക്കും ഗൈസ്. നമ്മൾ പെട്രോളും കടിയാറായിട്ടാ. പെട്രോള് 4 ഗൈസ്. ഈ വണ്ടി നീങ്ങും തോന്നിയില്ല. നമ്മുടെ കയ്യിൽ പെട്രോൾ ഉണ്ട് ഗൈസ്. ഉണ്ടായിരിക്കും എന്നാ തോന്നണേ പെട്രോൾ. നമ്മൾ വേറെ സിറ്റി കടന്നിരിക്കുന്നു. ഇതാണ് വേറെ സിറ്റി ഞാൻ പറഞ്ഞത്. ഈ ഒരു കുന്നു പോലെയുള്ള സാധനം കഴിഞ്ഞാൽ വേറെ സിറ്റി. താരാണോ ഇങ്ങനത്തെ ഒരു റോഡ് ഉണ്ടാക്കി ഒരു സിറ്റിക്ക് ഇറങ്ങണമെങ്കിൽ ഒരു കുന്ന്. 1 ലിറ്ററുള്ള പെട്രോള് അല്ല, 1 ലിറ്റർ പോലും ഇല്ല. നമ്മുടെ സ്ഥലം എത്താറായി. പെട്രോളും കഴിയാറായി. നമ്മൾ ഫ്യൂവല് ബൈ ചെയ്തേ പറ്റുള്ളൂ. നമ്മുടെ കുറച്ച് പൈസ പോവും, എന്നാലും ഫ്യൂവല് ഉണ്ടാവും. ഇപ്പൊ ഫിൽഡായി ഗൈസ്. കുറച്ച് പൈസ ഉണ്ടാവും ഗൈസ്, എന്നാലും കുഴപ്പമില്ല. വെറുതെ പെട്രോള് കഴിയുന്ന സമയത്ത് അടിച്ചു. അടുത്ത പ്രാവശ്യം അടിക്കുന്ന വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിതാ സ്ഥലത്തിരിക്കാണ്. ഇനി അവിടെ കൊണ്ടുപോയി ബസ് നിർത്തിയാൽ മതി. നമ്മുടെ പൈസ കിട്ടും. നമുക്ക് മനസ്സുഖമായിട്ട് പോവാം. ഇതിനുള്ളിൽ കയറ്റുന്ന ഒരു ടാസ്ക് തന്നെയാണ്. You have reached your destination. So guys,
ഗൈസ് എങ്ങനെയൊക്കെ നമ്മൾ സ്റ്റക്കായി ഗൈസ്. എങ്ങനെയൊക്കെ നമ്മുടെ വണ്ടി എടുക്കണം ഗൈസ്. പോകുന്നില്ല ഗൈസ് അവിടുന്ന്. ഇങ്ങനെ നമ്മള് എങ്ങനെയൊക്കെ നമ്മള് വണ്ടി പോകുന്നു ഗൈസ്. ഗൈസ് നമ്മൾ ഡെസ്റ്റിനേഷൻ എത്തി ഗൈസ്. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് സുഖമായിട്ട് പോവാണ് ഗൈസ്. നമുക്ക് പൈസ കിട്ടും. ഗൈസ് നമ്മൾ നിർത്തിയിടുക. ഈ വാതിലെല്ലാം ഓപ്പൺ ചെയ്ത് തുറക്കണം. അപ്പോൾ ഗൈസ് നമ്മൾ സ്കിപ്പ് ചെയ്ത് തുറക്കാം. എല്ലാവരും ഇറങ്ങിപ്പോയിക്കോട്ടെ. അപ്പോൾ ഗൈസ് നമുക്ക് 1113 പൈസ കിട്ടി ഗൈസ്. ഗൈസ് നമുക്ക് ബോൺസ് ആയിട്ട് ഒരു പരസ്യമായിരുന്നു ഗൈസ്. നമുക്ക് ഇത്രയും പൈസ കിട്ടി. ബോൺസ് ആയിട്ട് 2782 ആയി ഗൈസ്. പൈസ കൂടി. വെരി ഗുഡാണ്. 5 സ്റ്റാർ ആണ് ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിനി നേരെ നമ്മുടെ ഒറിജിനൽ ഇതിലേക്ക് പോകണം. അപ്പോൾ ഗൈസ് അവരുടെ ജോലി കഴിഞ്ഞു. നമുക്ക് പൈസ കിട്ടി. അപ്പോൾ ഗൈസ് നമുക്ക് വീണ്ടും പരസ്യം വന്നു. ഇപ്പോൾ ഗൈസ് ആ പരസ്യം കാരണം നമ്മൾ ഒന്നുകൂടി തീർക്കേണ്ട ആവശ്യം വന്നു. എന്തായാലും പൈസ ഒന്നും പോയിട്ടില്ല ഗൈസ്. നമ്മുടെ പൈസയൊക്കെ നമ്മുടെ കയ്യിലുണ്ടോ? അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ലോഡാവണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. വീണ്ടും പരസ്യം.